ഇന്ന് നമുക്ക് നല്ലൊരു ചിക്കൻ പുലാവിന്റെ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വളരെ ഈസിയും എളുപ്പത്തിലും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായി നമുക്ക് ഒരു പ്രഷർ കുക്കറിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിൽ ജീരകം ചേർക്കാം. ശേഷം അതിൽ എരിവിന് വേണ്ടിയ പച്ചമുളകും സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നമുക്ക് വഴറ്റാം. അടുത്തതായി ഒരു 1/2 ലിറ്റർ തൈരിലേക്ക് വെള്ളം ഒഴിച്ച് നമുക്ക് മാറ്റി വെക്കാം. ഈ തൈരും വെള്ളത്തിന്റെയും മിക്സിലാണ് നമുക്ക് ചോറ് വേവിച്ചെടുക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം മിക്സ് ചെയ്ത് വെക്കണം. സവാളയൊക്കെ ഒന്ന് വഴണ്ടു വരുമ്പോഴേക്കും നമുക്കതിൽ ചിക്കൻ ചേർക്കാം. ശേഷം അതിൽ കുറച്ച് മുളക് പൊടിയും ഗരം മസാലയും ചേർത്തിളക്കാം. നമുക്ക് ഈ പ്രഷർ കുക്കർ ഒന്ന് അടച്ചു വെച്ച് ചിക്കൻ ഒരു 80% വേവിച്ചെടുക്കാം. പ്രഷറെല്ലാം വിട്ടതിന് ശേഷം ഈ ചിക്കനിൽ നമുക്ക് അരി ചേർക്കാം. ഇവിടെ ഞാൻ ഈ ചിക്കൻ ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണേ അതേ പ്രഷർ കുക്കറിൽ റൈസ് ചേർത്ത് മിക്സ് ചെയ്ത് അത് വേവിച്ചെടുക്കാം. അരിയും ചിക്കനും എല്ലാം ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ശേഷം ഇതിൽ നമ്മൾ തയ്യാറാക്കി വെച്ച തൈര് മിക്സ് ചേർക്കാം. അടുത്തതായി കുറച്ച് ഉപ്പും ചേർക്കാം. ഈ റെസിപ്പി പുലാവിന്റെ ആയതിനാൽ നമുക്കിതിൽ ഒരു പൊട്ടറ്റോയും ചേർക്കാം. നിങ്ങൾക്ക് വേണേൽ ഗ്രീൻ പീസ് വേണേലും ചേർക്കാം. എല്ലാം ഒന്നുകൂടെ മിക്സ് ചെയ്ത് നമുക്ക് വേവിക്കാൻ വെക്കാം. നമ്മുടെ റൈസ് ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് പുതിനയും മല്ലിയിലയും ഗാർണിഷ് ചെയ്യാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസിയായ ഒരു പുലാവിന്റെ റെസിപ്പിയാണിത്. ഇത് നമുക്ക് റൈത്ത, പിക്കിൾ, പപ്പടം ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല ഡിഷാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം.